ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ വസ്ത്രധാരണ എല്ലാം മാറേണ്ടത് ആണുങ്ങളുടെ ചിന്താഗതിയാണെന്ന്. ഓക്കെ, അതായത് ഇപ്പോൾ പീഡനങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം പറയണത്. കാരണം കുറേ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകളുടെ വസ്ത്രധാരണ ശരിയല്ലാത്തതുകൊണ്ടാണ് ആണുങ്ങൾ അവരെ കയറി പിടിക്കുന്നത്, അവരെ പീഡിപ്പിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് പറഞ്ഞ മറുപടി എന്താ, ആണുങ്ങളെ മൈൻഡ് മാറുക, ആണുങ്ങളെ സ്വഭാവം നന്നാക്കുക, ഇതൊക്കെ നടക്കാവുന്ന കാര്യമാണ്. ഇത്രയും കാലമായിട്ട് നടക്കാത്ത കാര്യമല്ല ഇതൊക്കെ. ഈ പീഡനം ഇന്നലെ നടക്കുന്ന കാര്യമില്ലല്ലോ, എന്നോ കാലത്തുള്ള സംഭവമാണ് പീഡനം. അന്നും ഇന്നും മാറാത്തത് ഇപ്പം ഇനി പുതിയതായിട്ട് മാറാൻ പോവോ എനിക്ക് തോന്നുന്നില്ല. ഇത് പറയുമ്പോൾ ചെറിയ വിമർശനം ഞാൻ ഏൽക്കും. കാരണം ഞാൻ ഖുറാനുമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ 2 മിഠായി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് കവർ ചെയ്ത് ഒന്ന് കവർ ചെയ്യാത്ത മിഠായി. ഉറുമ്പുകൾ ആദ്യം അരിക്കുക ഏത് മിഠായിലോട്ടായിരിക്കും? കവർ ചെയ്യാത്ത മിഠായിലോട്ടായിരിക്കും. എന്താ കാര്യം? അതങ്ങനെയാണ്. ഓക്കെ, അതാണ് വ്യത്യാസം. എപ്പോഴും ഞാൻ എൻ്റെ ഇത് പറയുകയാണെങ്കിൽ, എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, സ്ത്രീകൾ അത്യാവശ്യം മാന്യമായ നല്ലൊരു വസ്ത്രം ധരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആണുങ്ങളെ സ്വഭാവം മാറുക, അവരെ ഇത് മാറുക, അല്ലെങ്കിൽ അവർക്ക് ഉള്ള വികാരം മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാവുന്ന കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, പീഡനങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് എന്നല്ല, പീഡനങ്ങൾ ഇതുകൊണ്ടാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്.